ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായി, സത്യം പറഞ്ഞാൽ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് രാവിലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും സൗത്ത് ആഫ്രിക്ക എങ്ങനെയുണ്ട്, സുഖമാണോ, ആഹാരം എങ്ങനെയുണ്ട്, പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. എന്താ പറയുന്നത്, പിന്നെ നമ്മൾക്ക് വെളിരാജ്യത്ത് എന്താ പറയുന്നത്, നമ്മൾ വെളിയിലോട്ട് പോകുമ്പോഴേ നമ്മളെ വീടിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യെസ്, ഞാൻ പറത്തുന്ന ഫ്ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറത്തുന്ന ഫ്ലൈറ്റ്. ബ്ലറാണ് കേട്ടോ. കണ്ടു. ഈ ഫ്ലൈറ്റിലാണ് ഞാൻ സോളോ പോയത്. നമ്മുടെ അക്കാഡമി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത്. വീഡിയോസ് കയറി കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ഐക്കണിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ കുറേ പേര് മിക്കിയെക്കുറിച്ചും അമ്മച്ചനെ അമ്മ എല്ലാവരെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാനൊരു മറുപടി ആ വീഡിയോ ചെയ്യാം. എന്തായാലും ഒരു 4-5 മിനിറ്റ് ആ വീഡിയോ കാണത്തുള്ളായിരിക്കും. കാരണം 3 മിനിറ്റ് ഷോർട്സ് ഇടാൻ പറ്റും. ഷോർട്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്സ് ആക്കി ഇടാൻ പറ്റാത്തത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് വായിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കമൻറ്റ്സും കാണുന്നുണ്ട്. ഞാനും അമ്മയാണ് കമൻറ്റ്സ് എല്ലാം വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പറയാം, അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ പോയി കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. എന്താ പറയുന്നത്, പലരും പിന്നെ ഏവിയേഷനെ കുറിച്ചും പൈലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇടാം. അപ്പം എന്താ പറയുന്നത്, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും എന്താ പറയുന്നത്, ഞാൻ ഇടയ്ക്ക് ലൈവ് വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇത്രയും നാളോട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ വരുന്നതിന് ഞാൻ ഈ സൗത്ത് ആഫ്രിക്കയിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പിട്ടാണ് ഞാൻ ആ ലൈവ് വന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ, ഏകദേശം ഒരു എന്താ പറയുന്നത് 500-600 ആൾക്കാർ അന്ന് ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അത്രയും ആൾക്കാർ ലൈവ് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നത് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അത്രയും ആൾക്കാർ കണ്ടു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസമെല്ലാം ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുക ഗൈസ്.